പൂരത്തിന് ശേഷമുള്ള വീഡിയോ ഒന്നും വന്നില്ല കേട്ടോ, സൗണ്ട് ഇല്ല. അതുകൊണ്ടാണ്. ഇത് പൊങ്കാല കഴിഞ്ഞ് വന്ന അന്നതേ ഫ്ലിപ്കാർട്ടിൽ നമുക്കൊരു ഷെൽഫ് വന്നിട്ടുണ്ടായിരുന്നു, വാൾ ഷെൽഫ്. അപ്പോൾ അച്ചുമോൻ അത് ഫിക്സ് ചെയ്തു കേട്ടോ. അടിപൊളിയാണ് സംഭവം. ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ. അത് നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ചുമരുമ വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് അച്ചുമോൻ തന്നെയാണ് കേട്ടോ അതൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി പൂരത്തിന്. അച്ചുമോനും പാറമോൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ശ്രീജേട്ടനും കൂടി പോവാണ്. അപ്പോൾ ഞങ്ങൾക്കും എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അച്ചുവിനും പാറുവിനെ അവിടെ കടയിൽ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് ആ പട്ടിക്കാടൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ശ്രീജേട്ടന് ഷർട്ട് എടുത്തു, അമ്മയ്ക്ക് ഇതാ നൈറ്റി എടുത്തു. അങ്ങനെ എനിക്ക് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വേറെ ദിവസം എടുക്കാന്ന് വെച്ചാൽ കടയിൽ വന്നപ്പോൾ ഉണ്ട് ചേട്ടൻ്റെ അനിയത്തിയും കൂടി തല്ലുകൂടി കേട്ടോ. പാറമോള് വീണപ്പോൾ ബക്കറ്റുമ്പോൾ പോയി പല്ലടിച്ചത് പല്ല് പോന്നിട്ടുണ്ട്. ഇത് ഇളകുന്ന പല്ലായിരുന്നേ, അതുകൊണ്ടാണ്. പാറമോള് പൊതുവെ പല്ലെടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാറ്. ഇതെന്തായാലും ലാഭമായി. അങ്ങനെ വൈകുന്നേരം എന്തേ റൈഡ് കാണാൻ പോകുമ്പോഴാണ് കേട്ടോ അമ്മ വന്നത്. അമ്മ പൂരത്തിന് വരുന്നില്ല, 2 ദിവസം മുമ്പ് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ്. അപ്പോൾ അമ്മേനെയും കൂട്ടി ഞങ്ങളിത് ആ റൈഡിൽ കയറ്റിയിട്ടോ. അമ്മതേ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. എങ്കിലും ഒരു രസമല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പൂരപ്പറമ്പൊക്കെ ഒന്ന് കറങ്ങി കണ്ട് തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ അച്ചുമൂന് ബസ് മേടിച്ച് തരാനാണ് പറയുന്നത്. അങ്ങനെ അതൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പാറുമോൾ ഇതേ കൊറോണ പന്ത് എടുത്ത് വരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ കൊറോണ പന്ത് എന്നാ പറയുക. അങ്ങനെ അതൊക്കെ എടുത്ത് വന്നു. 130 രൂപ വില എന്ന് പറഞ്ഞപ്പോൾ അച്ചുമ മേടിച്ച് അവിടെ തന്നെ വെച്ചു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം പിന്നെ ശ്രീജിട്ട് വാങ്ങിച്ചു കൊടുത്തേ അത്. അങ്ങനെ എത്തിയപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ, പൂരപ്പറമ്പിലെ സ്ഥിരം കാഴ്ചയല്ലേ, നല്ല കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ. പിന്നെ അവിടെ നല്ല ഗാനമേള നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം സ്കൂളിൽ പോയി വന്നപ്പോൾ ശ്രീജേട്ടൻ്റെ പൂരത്തിനുള്ള ചിക്കനും മീനൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പൂരത്തിൻ്റെ അന്ന് രാവിലെ ഇതേ കറികളൊക്കെ ആയി. കാബേജ് ഇത് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതുപോലെ മീൻകറി ചിക്കൻ കറി ഒക്കെ ആയി, പപ്പടം കാച്ചി ഒക്കെ ചെയ്തു. ഇന്ന് ഞങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ 3 പേരും. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അടുത്ത പല്ല് പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇതെന്താ ദൈവമേ ഇങ്ങനെ പല്ല് പറഞ്ഞപ്പോൾ അമ്മേ ഞാൻ ടവലിൽ വെച്ച് കൊടുന്നു പാറമോള് പറയാണ് കേട്ടോ. അങ്ങനെ ഉച്ചവരെയാണ് 3 പേരും പോയത്. അത് കഴിഞ്ഞ് വീട്ടിൽ ഇതേ പാറയൊക്കെ വന്നു. അപ്പോൾ ഇതാ പൂരം വരുമ്പോൾ നമ്മളിങ്ങനെ വീടിൻ്റെ മുൻപിൽ പറ വെക്കുക കേട്ടോ. അപ്പോൾ അതേ പൂരമൊക്കെ വന്നിട്ടുണ്ട് വീടിൻ്റെ മുമ്പിൽ. അപ്പോൾ അമ്മ ഇവിടെ പറ വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കും. ശ്രീജൻ്റെ ഷർട്ട് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഇട്ട് ഇപ്പോൾ പൂരത്തിൻ്റെ കോസ്റ്റ്യൂമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പൂരത്തിൻ്റെ കോസ്റ്റ്യൂം തന്നെയാണ് കേട്ടോ. അച്ഛനും പാരനൊക്കെ എടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ എടുത്തില്ല, കാരണം അവർ ആ ദിവസം മാത്രമേ ഇടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ തന്നെ നെൽപ്പറയാണ് വെക്കുന്നത്. അപ്പോൾ അമ്മ അതേ പറയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പൂരത്തിൻ്റെ അന്ന് പാറമോൾ അവിടെ നിൽക്കുന്നത് കണ്ടോ, അതിലുള്ള മലരൊക്കെ വാരി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് എവിടെയാണെന്ന് പുതിയതായി വീഡിയോ കാണുന്ന പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട് പട്ടിക്കാട്, അതായത് തൃശ്ശൂർ പട്ടിക്കാട് ചാണോത്ത് എന്ന് പറയാം, അവിടെയാണ് കേട്ടോ.